ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുന്ന ധനുവച്ചപുരം ഗേൾസ് സ്കൂളിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം, നമ്മുടെ ഈ സ്കൂളിൻ്റേതായിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും ശിലാസ്ഥാപന കർമ്മവും നിർവഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട MLA ശ്രീ CK ഹരീന്ദ്രൻ അവർ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ V താണുപിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ KV പത്മകുമാർ, പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ G ബൈജു, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഷൈൻ ഷാം, ശ്രീമതി സുഗത ടീച്ചർ, CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ധനുവച്ചപുരം പ്രസാദ്, PTA പ്രസിഡന്റ് ശ്രീമതി വിനീത, ഈ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന സ്കൂളിലെ പ്രഥമാധ്യാപകൻ ശ്രീ ബാഗലേൻ സാർ, SMC ചെയർമാൻ ശ്രീ സുഭാഷ് ലാൽ ഉൾപ്പെടെ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ ആണെന്ന് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചാലയത്തിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച തീർച്ചയായും ആഹ്ലാദഭരിതമാണ്. പണമുള്ളവൻ്റെ മക്കൾക്ക് മാത്രമേ മികച്ച വിദ്യാഭ്യാസം കിട്ടൂ എന്നുള്ള നില മാറ്റി സാധാരണക്കാരൻ്റെ മക്കൾക്കും നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം, നല്ല അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള ഘട്ടത്തിൽ ഇരുന്ന് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനമെല്ലാം ഉറപ്പാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്നിട്ടുള്ള മുന്നേറ്റവും മാറ്റവും സംസ്ഥാനത്താകെ പ്രകടമാണ്. ശ്രീ CK ഹരീന്ദ്രൻ അവർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ V താണുപിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ VS വിനോദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV പത്മകുമാർ സാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G ബൈജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ഷാം, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട HM, ഇവിടുത്തെ PTA പ്രസിഡന്റ്, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന അധ്യാപകർ, ബഹുജനങ്ങൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയമുള്ളവർ, ഞാൻ ഇപ്പോൾ പെരിങ്ങടവിള ബ്ലോക്കിൽ നിന്ന് വരികയായിരുന്നു. അവിടെ നോക്കുമ്പോൾ പെരിങ്ങടവിളയിലും ഒരു സ്കൂളിൻ്റെ വേദി ഉദ്ഘാടനം MLAയുടെ ഫോട്ടോ വെച്ചിരിക്കുക. ഒരു വേദിയിൽ അധ്യാപകരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, ഇപ്പോൾ MLA വരുമെന്ന്. ഇവിടെ വന്നപ്പോഴും MLA വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മണ്ഡലത്തിലെ ഒരു 3-4 കിലോമീറ്ററിന് ഇടയ്ക്ക് തന്നെ എത്ര ഉദ്ഘാടനമാണ് നമ്മുടെ മണ്ഡലത്തിൽ തന്നെ. വികസനം എന്ന് പറയപ്പെടുന്നത് അത് വെറുതെ വരുന്നതല്ല. അദ്ദേഹം കൃത്യമായി പഠിച്ച് ഓരോ പ്രദേശത്തിൻ്റെതും മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ എന്താകണം, ഒരു 25 വർഷത്തേക്കുള്ള പ്രവർത്തനത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ സാമാജികരിൽ ഏറ്റവും പ്രഗത്ഭമായി ഒന്നാമത് നിൽക്കുന്നതാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA CK ഹരീന്ദ്രൻ അവർ. കാലം കൂടുതലായി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധ അതിനും അക്കാഡമിക് നിലവാരത്തിലും അദ്ദേഹം പുലർത്തുന്നു എന്നതാണ് അതുവഴി മനസ്സിലാക്കുന്നത്. അതേപോലെ IHRD ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗ് കൂടി, അവിടുത്തെ അക്കാഡമിക് മീറ്റിംഗ്, അവിടെ വെച്ച് നമസ്കാരം. കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠന സൗകര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരിൻ്റെ നിലപാടാണ്. പ്രസ്തുത നിലപാട് പ്രയോഗവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. 2017 മുതൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായും അതിന്റെ തുടർച്ച എന്ന നിലയിൽ നവകേരളം കർമ്മ പദ്ധതി, വിദ്യാകിരണം മിഷൻ എന്നിവയുടെ ഭാഗമായും കിഫ്ബി, പ്ലാൻ ഫണ്ട്, മറ്റു ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തി സ്കൂളുകളുടെ ഭൗതിക സൗകര്യ വികസനം നടത്തുന്നു. ഇതിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ 68 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടക്കുകയാണ്. കൂടാതെ 33 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ചടങ്ങും ഇതോടൊപ്പം നിർവഹിക്കുന്നു. മഹാകവി കുമാരനാശാന്റെ സ്മരണകൾ ഉണർത്തുന്ന തോന്നയ്ക്കൽ ഗ്രാമത്തിന്റെ തിലകക്കുറിയായ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടങ്ങളുടെ സംസ്ഥാന ഉദ്ഘാടനവും തറക്കല്ലിടൽ ചടങ്ങും നടക്കുകയാണ്. ആദരണീയ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ ഉദ്ഘാടകനായും പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അവർകൾ അധ്യക്ഷനായും മറ്റു ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന
ഈ ചടങ്ങിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി ചടങ്ങിലേക്ക് കടക്കാം. ിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് എസ് IAS അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, ബഹുമാനപ്പെട്ട MP AA റഹീം അവർകൾ, ബഹുമാനപ്പെട്ട MLA മാരായ ശ്രീ വി ശശി അവർകൾ, ശ്രീ വി ജോയ് അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരം അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, വിദ്യാകരണം സ്റ്റേറ്റ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീ C രാമകൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, വിവിധ കക്ഷി നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത അനുഭവങ്ങൾ കേരളത്തിന് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കേരളം. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളിലും ബഹുദൂരം മുന്നിലാണ് നമ്മുടെ സ്ഥാനം. സാർവത്രികമായ സാക്ഷരതയും സാർവത്രികമായ സ്കൂൾ പ്രവേശനവുമെല്ലാം നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ്. കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക എന്നത് കേരളത്തിൻ്റെ സഹജമായ ഒരു ഭാവമാണ്. മതനിരപേക്ഷതയും ശാസ്ത്രചിന്തയും സമൂഹത്തിൽ ഉളവാക്കുവാൻ സഹായമായ പൊതു ഇടങ്ങളായ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുകയും കൂടുതൽ മികവുറ്റവും ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ 2017 മുതൽ നാം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന നിലയിലും തുടർന്ന് വിദ്യാകിരണം മിഷനിലൂടെയും ഈ പ്രക്രിയ നാം തുടരുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്നത്തെ ഈ ചടങ്ങ്. കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളുടെ ഭാഗമായി പണി കഴിപ്പിച്ച 68 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും പുതിയതായി നിർമ്മിക്കുവാൻ പോകുന്ന 33 സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടിയിലുമാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇന്നിവിടെ നിർവഹിക്കുന്നത്. ഇന്ന് ഈ പറഞ്ഞ 100 സ്ഥലങ്ങളിലും ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MP മാർ, MLA മാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻപിച്ച ജനസാന്നിധ്യത്തിൽ പ്രാദേശിക പരിപാടികൾ നടക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. സംസ്ഥാനത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് നേതൃത്വം നൽകുകയും പൊതുവിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകി നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്തു വരുന്ന ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങിലേക്ക്, ഉദ്ഘാടന സ്ഥാനത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ സന്തോഷത്തോടെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ചടങ്ങിൽ നമ്മോടൊപ്പം ഈ ചടങ്ങിനെ ധന്യമാക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന വിവിധ കക്ഷി നേതാക്കന്മാരുണ്ട്. ബഹുമാനപ്പെട്ട MP AA റഹീം, അദ്ദേഹം ഈ ചടങ്ങിൽ സന്നിഹിതനാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഈ പ്രദേശത്തിൻ്റെ MLA ശ്രീ വി ശശി അവർകൾ അദ്ദേഹം ഇവിടെ ഈ ചടങ്ങിൽ സന്നിഹിതനാണ്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA വി ജോയ് അവർകൾ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ അദ്ദേഹം ഈ ചടങ്ങിൽ സന്നിഹിതനാണ്. അദ്ദേഹം ഏറെ ബഹുമാനത്തോടുകൂടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 100 ഇടങ്ങളിലായി നടക്കുന്ന പ്രാദേശിക പരിപാടികളിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട MP-മാർ, MLA-മാർ, വിവിധ ജനപ്രതിനിധികൾ, കക്ഷി നേതാക്കന്മാർ, സംഘടനാ നേതാക്കന്മാർ എല്ലാവരെയും സംസ്ഥാനതല ഈ പരിപാടിക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിൽ നമ്മോടൊപ്പം ഈ ചടങ്ങിനെ ധന്യമാക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ള വിവിധ കക്ഷി നേതാക്കന്മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവന്മാർ, കക്ഷി നേതാക്കന്മാർ, സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥിനികൾ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, PTA പ്രതിനിധികൾ, മുൻ വിദ്യാർത്ഥികൾ, മാധ്യമ സുഹൃത്തുക്കൾ തുടങ്ങിയ എല്ലാവരും ഇന്ന് ഈ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഈ ചടങ്ങ് ധന്യമാക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയും ഈ പരിപാടിക്ക് വേണ്ടിയും അവരെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി അനുസ്യൂതം പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ ആദരണീയനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സ്നേഹസമ്പന്നനും ആരാധ്യനുമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ മണ്ഡലത്തിൻ്റെ MLA ശ്രീ വി ശശി, വർക്കല MLAയും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് ജോയ്, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ രാജ്യസഭാ അംഗം, അതുപോലെ ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ, 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാകെ തന്നെ ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ചിന്തിച്ചു തുടങ്ങി, ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇനി എന്ത് ചെയ്യും? ആ ഒരു ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിൻ്റെ തുടർച്ചയായുള്ള വിദ്യാകരണ പദ്ധതിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഏറ്റെടുത്തത്. 7.5 കൊല്ലം കൊണ്ട് 5000 കോടി രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, 2016 ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഒരു കാലാവസ്ഥയിലും കുട്ടികൾക്കിരുന്ന് പഠിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിലെ സ്കൂളുകൾക്കുണ്ടായിരുന്നത്. ഇന്ന് 68 സ്കൂൾ കെട്ടിടങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. 33 സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ചടങ്ങും ഇന്ന് നടക്കുകയാണ്. ഇതിൽ 5 കോടി കിഫി പദ്ധതി പ്രകാരമുള്ള 2 സ്കൂളുകളും 3 കോടി കിഫി പദ്ധതി പ്രകാരമുള്ള 3 സ്കൂളുകളും 1 കോടി കിഫി പദ്ധതി പ്രകാരമുള്ള 26 സ്കൂളുകളും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 24 സ്കൂൾ കെട്ടിടങ്ങളും നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 8 സ്കൂൾ കെട്ടിടങ്ങളും
MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 4 സ്കൂൾ കെട്ടിടങ്ങളും SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 1 സ്കൂൾ കെട്ടിടവും അടക്കം 104,74 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 68 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 3 കോടി കിഫി പദ്ധതി പ്രകാരം 21 സ്കൂൾ കെട്ടിടങ്ങളും 1 കോടി കിഫി പദ്ധതി പ്രകാരം 11 സ്കൂൾ കെട്ടിടങ്ങളും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന 1 സ്കൂൾ കെട്ടിടവും അടക്കം 33 സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ചടങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാനും നിമിഷത്തിനകം നിർവഹിക്കുന്നതാണ്. ആകെ 201 കോടി രൂപയാണ് ഈ ഒറ്റ പരിപാടിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപിക്കുന്നതെന്ന് ഈ ഗവൺമെൻറ് അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ്. ഈ ദിനവും ഒരു ചരിത്ര ദിനമായി തന്നെ കണക്കാക്കാം. ഈ ചടങ്ങിനോടൊപ്പം സ്കൂളുകളിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രാദേശിക ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നത് സർക്കാരിൻ്റെ പ്രഥമ കടമയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വയനാട് ജില്ലയിൽ മാത്രം, നമ്മുടെ സംസ്ഥാനത്ത് പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് വയനാട് ജില്ല. വയനാട് ജില്ലയുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. മുമ്പ് പാമ്പ് കടിയേറ്റ് ഒരു കുട്ടി മരിച്ച അനുഭവം നമ്മുടെ മനസ്സിലൊക്കെ തന്നെ ഉണ്ട്. ആ കുട്ടി പഠിച്ച സ്കൂള് 5 കോടി രൂപ മുടക്കി ലിഫ്റ്റോടുകൂടിയ ഒരു സ്കൂൾ മന്ദിരം നിർമ്മിച്ചു. അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയെന്ന കാര്യം കൂടി ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്. സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്കൂളുകളിൽ ആദ്യത്തെ ലിഫ്റ്റുള്ള സ്കൂളാണ് ഞാൻ പറഞ്ഞ വയനാട് ജില്ലയിലെ ആ സ്കൂൾ. അപ്പോൾ ഈ വയനാട് ജില്ലയിൽ മാത്രം ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 14 സ്കൂൾ കെട്ടിടങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെന്ന് ഈ അവസരത്തിൽ അടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മുടെ ഊന്നൽ അക്കാദമിക മികവ് വർദ്ധിപ്പിക്കുന്നതിലാണ്. അതിനുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സാങ്കേതിക വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ഉൾച്ചേർക്കുവാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിൽ നമ്മൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. വിദ്യാർത്ഥികൾക്ക് ഇൻ്റർനെറ്റ് പ്രാപ്യതയിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്താണ് നമ്മുടെ ഈ കേരളമെന്ന് അഭിമാനത്തോടു കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യുണിസെഫിൻ്റെ ആഗോള റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നത് ചൂണ്ടിക്കാണിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ സവിശേഷത പൊതുസമൂഹത്തിൻ്റെ ശക്തമായ പിന്തുണയാണ്. ആ പിന്തുണ ഇനിയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ സ്കൂൾ തുറക്കുന്നതിന് 1 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകവും യൂണിഫോമും കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത അക്കാഡമിക് ഇയറിലും അടുത്ത വർഷവും സ്കൂൾ തുറക്കുന്നതിന് 1 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകവും യൂണിഫോമും കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. SSLC പരീക്ഷ കൃത്യമായി നടത്തും. ഹയർ സെക്കൻഡറി പരീക്ഷയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും കൃത്യമായി തന്നെ നടത്തും. SSLC പരീക്ഷ പാസ്സായ മുഴുവൻ കുട്ടികൾക്കും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കും. അങ്ങനെ എല്ലാ നിലയിലും 47 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകം ശ്രദ്ധ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നുണ്ടെന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. വികസന കേരളം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ, പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കിയ ആദരണീയനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകളെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു.
അടുത്തതായി ശിലാഫലക അനാച്ഛാദന ചടങ്ങാണ്. റിമോട്ട് ഉപയോഗിച്ച് വെർച്വൽ ശിലാഫലക അനാച്ഛാദനം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും പങ്കാളികളാകുന്നത്. 68 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, അതോടൊപ്പം 33 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം ഒന്നിച്ച് നടക്കുന്നുവെന്നത് നമ്മളെല്ലാവരിലും സന്തോഷം പകരുന്ന കാര്യമാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് പോകേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച, പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരിലും വലിയ മനപ്രയാസമുണ്ടാക്കിയ ഒന്നായിരുന്നു. ഇനി കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകില്ല എന്ന ഒരു പൊതുധാരണ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ബഹുജനങ്ങളിലും പരന്നു കഴിഞ്ഞിരുന്നു. അതായിരുന്നു 2016 മുൻപുള്ള അവസ്ഥ. വിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നു. ഓരോ വിദ്യാലയവും തകർച്ചയുടെ നാളുകൾ എണ്ണിക്കഴിയുന്ന അവസ്ഥയിൽ എത്തുന്നു. ഇതായിരുന്നു പൊതുവായ സ്ഥിതി. ആ ഘട്ടത്തിലാണ് 2016 തെരഞ്ഞെടുപ്പിന് മുൻപ് LDF ജനങ്ങളോട് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന്. ആ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലേറിയപ്പോൾ ആദ്യമേ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ മുൻനിർത്തി 4 മിഷനുകൾ ആ ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിലൊന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു സർക്കാർ പരിപാടി മാത്രമായിരുന്നില്ല. നാടാകെ അതിൽ പങ്കാളികളായി. രക്ഷിതാക്കളും അതത് പ്രദേശത്തെ നാട്ടുകാരും ഓരോ സ്ഥാപനത്തിലെയും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം അതിൽ പങ്കാളിത്തം വഹിച്ചു. അങ്ങനെയാണ് ഇന്ന് രാജ്യത്താകെ അഭിമാനിക്കാൻ കഴിയും വിധം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തലയുയർത്തി നിൽക്കുന്നത്. കെട്ടിട നിർമ്മാണം പശ്ചാത്തല സൗകര്യ വികസനം മാത്രമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേവലമായ
പശ്ചാത്തല സൗകര്യ വികസനം മാത്രമല്ല നടന്നത്. അതോടൊപ്പം അക്കാദമിക് മികവും വർദ്ധിക്കുകയായിരുന്നു. അതിൻ്റെ ഗുണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിനാകെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തേടി നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയുമെല്ലാം അഭിനന്ദനങ്ങൾ വരുന്നത്. എന്നാൽ ഈ മേഖല വലിയ തോതിൽ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട്. അത് നാട് നന്നാകണം എന്നെല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലും പുറകോട്ട് പോയി കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില മനസ്സിൻ്റെ ഉടമകളാണ്. അവരോടൊപ്പമല്ല നാടും ജനങ്ങളുമെങ്കിലും അത്തരമൊരു ചിന്താഗതിക്കാർ നാട്ടിലുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാം നേടിയ നേട്ടങ്ങൾ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോവുക, അതാണ് വിദ്യാഭ്യാസ മേഖല ശ്രദ്ധിക്കേണ്ട കാര്യം. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം എന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവ് വർദ്ധിക്കുക എന്നത് തന്നെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ആധുനിക കാലത്തിന് ചേർന്ന രീതിയിൽ വിദ്യാഭ്യാസ രീതികൾ പരിഷ്കരിക്കുന്നതിന് പൊതുവിൽ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് അധ്യാപകർക്കാണുള്ളത്. അധ്യാപകർക്ക് കാലാനുസൃതമായ പരിഷ്കരണം വേണ്ടതായി വരും. പുതിയ അറിവുകൾ നേടേണ്ടതായിട്ടുണ്ട്. കാലം മാറുകയാണ്. അതിനനുസരിച്ച് അറിവുകളിലും മാറ്റം വരികയാണ്. നമ്മൾ പണ്ട് കാലത്ത് ഒരു പഠനം നടത്തിയാൽ ആ പഠനം കഴിഞ്ഞ് പിന്നെ അവരവരുടെ പാടായി എന്നുള്ളൊരു മട്ടാണ്. പലരും പിന്നെ എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാറേയില്ല. എന്നാൽ ഇന്ന് അറിവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അറിവുകൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണം. കുട്ടികൾ വലിയ തോതിൽ അറിവ് സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി പലതരത്തിലുള്ള അറിവുകളും കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള സംശയങ്ങൾ, അഭിപ്രായങ്ങൾ കുട്ടികളിൽ വളർന്നു വരാനിടയുണ്ട്. അത് തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുള്ളതാണ്. അപ്പോൾ അവർ പണ്ട് പഠിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രം അതാകെ നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ കാലാനുസൃതമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് ലോങ് ലേണിംഗ് സിസ്റ്റമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അധ്യാപകരിലും മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതാണ്. ഇവിടെ 10 ലക്ഷത്തോളം കുട്ടികളാണ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതുതായി
എത്തിച്ചേർന്നത്. 45,000-ഓളം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറിയത്. സ്കൂളുകളിൽ റോബോട്ടിക് കിറ്റുകളടക്കം ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ നൂതന സാങ്കേതിക വിദ്യകളിൽ നൈപുണ്യമുള്ളവരാക്കുകയാണ്. ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം യൂണിസെഫ് ഒരു പഠനം നടത്തുകയുണ്ടായി. അതിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ പ്രത്യേകം അഭിനന്ദിച്ചു. ഇത് വെറുതെ ഉണ്ടായതല്ല. നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകളിലാകെയുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായാണ് അത് നമ്മെ തേടിയെത്തിയത്. നമ്മുടെ സ്കൂളുകളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്താകെ 973 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ബജറ്റിലൂടെ വിഭവസമാഹരണം നടത്തി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ നമ്മൾ കാത്തിരുന്നുവെങ്കിൽ എത്ര കാലം ഇനിയും കാത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്നത് നമ്മൾ ഓർത്താൽ മതി. കാരണം നമ്മുടെ വിഭവശേഷി അത്ര കണ്ട് മെച്ചപ്പെട്ടതല്ല. കിഫ്ബിയിലൂടെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ലക്ഷ്യം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ നല്ല ഗുണമേന്മ കൈവരിക്കലാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഉള്ള നേട്ടങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. ഗുണമേന്മ കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി പല മേഖലകളിലും കാര്യമായി ഇടപെടേണ്ടതുണ്ട്. പ്രൈമറി തലത്തിൽ അടിസ്ഥാന ശേഷികൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ അടിസ്ഥാന അറിവുകളും ശേഷികളും നൈപുണ്യവും ഉള്ളവരാക്കി മാറ്റി തീർക്കുക, ഇതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇത് ഹയർ സെക്കൻഡറി തലം വരെ ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് കേരളം കൈവരിച്ചത്. ചില രംഗങ്ങളിൽ ഒരു ഡിജിറ്റൽ ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാകിരണം മിഷൻ മുഖേനയുള്ള ഇടപെടലുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കാനും കുട്ടികളിൽ സാക്ഷരത വളർത്താനുമുള്ള ഇടപെടൽ കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസ രംഗത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള പല വസ്തുതകളും വിവരങ്ങളും കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത്. പഠിക്കേണ്ടതില്ല എന്ന നിലപാടിൻ്റെ ഭാഗമായി അവയെല്ലാം പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. നമുക്കതിനോട് യോജിക്കാനാവുന്നില്ല. കാരണം തമസ്കരിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഗാന്ധിവധം പോലുള്ള കാര്യങ്ങൾ വരെ ഉണ്ടാവുകയാണ്. ശാസ്ത്രീയമായ പല അറിവുകളും കുട്ടികളിലേക്ക് എത്തേണ്ടതില്ല എന്ന നിലപാടുമുണ്ടാവുകയാണ്. അപ്പോൾ അതിനോട് യോജിക്കാനാകുന്നില്ല. സംസ്ഥാന സർക്കാർ വ്യത്യസ്തമായ ഒരു നയം സ്വീകരിച്ച് ഇതെല്ലാം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ ചരിത്രബോധവും ശാസ്ത്രചിന്തയും ഉള്ളവരാക്കി വളർത്തിയെടുക്കുക, ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. അതിനുതകും വിധം പാഠഭാഗങ്ങളടക്കം പരിഷ്കരിപ്പിക്കുകയാണ്
കുട്ടികൾ അത് പഠിക്കണമെന്ന നിലയും എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങൾ ആ തരത്തിൽ തയ്യാറാക്കുന്ന നിലയും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 68 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 33 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. അടുത്തതായി കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയ ഷാജഹാൻ കോൺട്രാക്ടർ അവർക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉപഹാരം സമ്മാനിക്കാൻ പ്രിൻസിപ്പൽ ശ്രീമതി ജെസി ലേലാൽ അവർകളെയും ഉപഹാരം ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ക്ഷണിക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി സർ. ശ്രീമതി യമുന, സുന്ദർദാസ്, ശ്രീമതി സുഗതല്ല കഴിഞ്ഞോ? അതിൻ്റെ ശബ്ദം പോകുന്ന ഒരവസ്ഥയെത്തി. അവിടെ ടെക്നിക്കലായിട്ടുള്ള എററാണ്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സ്കൂളുകളിൽ നിയമസഭാ സാമാജികന്മാർ ഇത് സമർപ്പിച്ച ചടങ്ങ് പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ധനവച്ചപുരം ഗേൾസ് ഹൈസ്കൂളിൽ ആദ്യം ഒരു 60 ലക്ഷം രൂപയുടെ കെട്ടിടം നിർമ്മിച്ച് ലാബ് സൗകര്യമൊരുക്കി അത് നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് മുറികളുടെ കുറവുണ്ട് എന്ന് PTA-യും പഞ്ചായത്തും അധ്യാപകരും അറിയിച്ചതിനെ തുടർന്ന് 50 ലക്ഷം രൂപയുടെ MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം, അതിന് മേലിൽ നേരത്തെ നിർമ്മിച്ച ലാബ് മന്ദിരത്തിൻ്റെ മുകളിൽ നിർമ്മാണം പൂർത്തിയാക്കി നിങ്ങൾക്കായി ഇന്ന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. അല്ലെങ്കിൽ വെൽഡിംഗ് അല്ലെങ്കിൽ ഫിറ്റിംഗ് ആദിത്യൻ RP, വിശാഖിയ, നിരഞ്ജന B, ഒരു കുട്ടി കേരള സിദ്ധാർത്ഥ്. ആ ചിത്രം ഓക്കെ